ബൊഗെയിൻവില്ല പൂത്തുലയാൻ ആരും പറഞ്ഞു തരാത്ത ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളതിന് വളം ചെയ്യണം, എല്ലുപൊടി കൊടുക്കണം, NPK കൊടുക്കണം, DAP കൊടുക്കണം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൺലൈറ്റാണ്. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് വേണം മിനിമം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മൾ എത്ര സൺലൈറ്റ് കൊള്ളിച്ചാലും എത്ര വളം ചെയ്താലും ചിലത് പൂക്കില്ല, പൂക്കാൻ അത് മടിക്കും ആ ചെടി. നമ്മൾ പൂക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മളതിന് വെള്ളം ഒഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. അതായത് നമ്മൾ 2-3 ദിവസം അതിന് വെള്ളം ഒഴിക്കുകയോ ചെയ്യില്ല. അങ്ങനെ പ്ലാന്റ് വാടി, ഇലയെല്ലാം വാടി നേരെ താഴോട്ട് വീഴും എന്നുള്ള സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. എന്നിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും 2-3 ദിവസം കഴിഞ്ഞ് പ്ലാന്റ് ഭയങ്കരമായിട്ട് വാടുമ്പോൾ മാത്രമേ അടുത്ത ട്രിപ്പ് വെള്ളം ഒഴിക്കാവൂ. എന്നാൽ മാത്രമേ ബൊഗെയിൻവില്ല പൂക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന്. നമ്മൾ എന്തൊക്കെ വളം ചെയ്യുന്നു കഴിഞ്ഞാലും കാര്യമില്ല, ഇത് പൂക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. സ്ട്രെസ്സ് കൊടുക്കുക, പ്ലാന്റിന് സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൂത്തൊലയും. മനസ്സിലായില്ലേ? ഇതാരും അങ്ങനെ പറഞ്ഞു തരത്തില്ല പൊതുവെ. എല്ലാവരും പറയും വളം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. വളമൊക്കെ ചെയ്യണം, ശരിയാണ്. പക്ഷേ മെയിനായിട്ടും സ്ട്രെസ്സ് ഉണ്ടാക്കണം പ്ലാന്റിന്, എന്നാലേ ബൊഗെയിൻവില്ല പൂക്കത്തുള്ളൂ. ചട്ടിയിൽ നിൽക്കുന്നത്, മണ്ണിൽ വയ്ക്കുന്നത് നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും തന്നെ പൂത്തോളും. ചട്ടിയിൽ വയ്ക്കുന്നതിനെ കാര്യം ഞാൻ പറഞ്ഞു.